ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സുസ്വാഗതം നേരുന്നു. കേട്ടു ഹൃദ്യമായ സ്വാഗതം നേരുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ജീവിതം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം നിങ്ങൾ എന്ത് വേണം, ആ സബ്സ്ക്രൈബ് തൊടുക, ബെൽ ഐക്കൺ, ആ ബട്ടൺ ഒന്ന് തൊടുക, ഓൾ എന്ന് തൊട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് എത്രയും പെട്ടെന്ന് ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്തും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അങ്ങനല്ലേ വേണ്ടത്. ഇന്നൊരു മന്ദഗതിയിലാണ് ഉള്ളത് കാര്യേ. എന്താണെന്നറിയാം, പറഞ്ഞുതരാം. ഒരു മന്ദഗതിയിലാണ് ഇങ്ങനെ സഞ്ചാരം. ഇതന്നെ മന്ദഗതിയിലുള്ള സഞ്ചാരം കാരണം ഇതന്നെ. കണ്ട, മഴയോട് മഴയാണ് മക്കളെ, മഴയോട് മഴയാണ്. നിൽക്കുന്നില്ല, മഴ നിൽക്കുന്നേ ഇല്ല. രാവിലെ മുതൽ പെയ്യാൻ തുടങ്ങിയതാണേ. ഈ സമയം വരെ ആയിട്ട് മഴ നിൽക്കുന്നില്ല, പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരാഴ്ച ഒന്ന് ശക്തമായിട്ടൊന്ന് പെയ്തായില്ലേ, പണി കിട്ടിയ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പം തന്നെ എല്ലാം മടങ്ങി. ഒരു 2 മണിക്കൂർ നിർത്താതെ മഴ പെയ്യുമ്പം തന്നെ എല്ലാം സ്റ്റോപ്പാവും. അവിടെ ഒരു കാറ് വന്നിട്ടുണ്ട്, ഡ്രൈവിങ് പഠിക്കുന്നതാണ്. കണ്ടോ, ആ കാറാണ് ഇപ്പം പോയതല്ല, ആ കറുത്ത കാറ് കണ്ടോ. അവർ പഠിക്കുന്നതാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡ്രൈവിങ് സീറ്റിലിരുന്നിട്ട് മറ്റേ എനിക്ക് പറയാൻ ഇനിയും വരും. ഡ്രൈവിങ് സീറ്റിലാണല്ലോ ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ ചമ്മണം പടിഞ്ഞിരിക്കൂലേ, കാല് മടക്കിയിട്ട് അതുപോലെയാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ആ കാറിൽ അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാൾക്ക് ചിരി വരുന്നുണ്ടാവും. അപ്പോൾ ഇന്നൊരു മന്ദഗതിയിലാണ് ഇപ്പം സഞ്ചാരം. മഴയോട് മഴയാണ്. എന്താ ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്യണ്ട, എങ്ങനെ പെയ്യണ്ട, ഒരേ മഴ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം പിന്നെ മലബാറിലാണ് ഇങ്ങനെ മഴ ഇങ്ങനെ തോന്നുന്നത് കൂടുതൽ. ആ കാറ് പഠിക്കുന്നുണ്ട് കേട്ടോ, അത് പഠിക്കുന്നതാണ്. പഠിക്കുന്നതിനകത്ത് നോക്കുന്നത് ഞാൻ കാല് ചമ്മണം വെച്ച് കണ്ടോ, അത് തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ റൂട്ടിൽ അങ്ങനെ അധികം വാഹനം വരില്ല, ഇന്ന് പ്രത്യേകിച്ച് വരില്ല, പെരുമഴയാണ്. അല്ലെങ്കിൽ അങ്ങോട്ടെല്ലാം പാർക്കും കാര്യമെല്ലാം ഉണ്ട്. കമിതാക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അല്ലാതെ എല്ലാം പോകും. ബൈക്കിൻ്റെ കറകറാന്ന് വെച്ചായിരിക്കും, കാറിൻ്റെ അമിത സ്പീഡായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നങ്ങനെ ഇല്ല. അതാണ് ഒരു 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 സുഖമില്ല. പിന്നെ വേറെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ, ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം ഞാൻ ഡെയിലി അധികം വീഡിയോ ഇടാറുണ്ട്. ഷോർട്സ് മാത്രമല്ല, അല്ലാതെ വ്ളോഗ് ഇടാറുണ്ട്. അപ്പം നിങ്ങൾ കാണണം കേട്ടോ. നമ്മളിപ്പോൾ അടുത്തിടെയായിട്ട് കൊല്ലത്ത് വിഭജിക എന്ന് പറഞ്ഞ പെൺകുട്ടിയും അവരുടെ മകളും മരണപ്പെട്ടില്ലേ, ആത്മഹത്യ ചെയ്ത് നിങ്ങളറിയില്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. ഷാർജയിലാണ് മരണപ്പെട്ടത്. കല്യാണം കഴിഞ്ഞ് ഒരു 5 വർഷം ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരണം സംഭവിച്ചത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിലൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കാണണം. വളരെ 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 വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിപ്പോയി കേട്ടോ അത്. എനിക്കാണെങ്കിൽ ദേഷ്യം വന്ന് പതക്ക് അവനെല്ലാം എന്തിനാണ് വിവാഹം കഴിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇങ്ങനെയുണ്ടാവും മനുഷ്യന്, ചെറുപ്പക്കാരൻ.
അല്ലെങ്കിൽ ഓനെ കാണാൻ ഭംഗീൻ്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഓനെ എന്താണ് കാണാൻ ലുക്കുള്ളത്? ആ പെൺകുട്ടി എന്ത് നല്ല മനോഹരമായ കുട്ടികൾ. ഇന്നത്തെ മാതാപിതാക്കൾ ഈ പെൺകുട്ടികളുടെ തലക്ക് ബോധമില്ലേ? ഈ പണം മാത്രം ചിന്തിച്ചാൽ മതിയാ. ചെക്കൻ്റെ വീട്ടിൽ പണമുണ്ട്, ചെക്കൻ്റെ കൊട്ടാര വീടാണ്, ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും കുഴപ്പമില്ല, സ്വഭാവം എന്തെന്നാലും അതൊന്നും നമുക്ക് നോക്കണ്ട, പണമുണ്ടല്ലോ എന്നുള്ള ചിന്താഗതി ആ മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക്. അല്ലാതെ ഇങ്ങനത്തെ ഈ പടുകുഴിയിലൊന്നും ഇങ്ങനെ പോവില്ല. എടോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണോ, നല്ല നല്ല ജോലി എന്തോ ആയിക്കോട്ടോ, സാധാരണക്കാരന് കൊടുക്കണോ, അന്തസ്സുണ്ട്, കഞ്ഞി കുടിച്ചിട്ടൊക്കെ ജീവിതത്തിൽ സമാധാനം കിട്ടും. പണം ഉണ്ടായ കൊണ്ട് മാത്രം സമാധാനം കിട്ടൂല കേട്ടോ. നിങ്ങളെ വിചാരമല്ലേ, തെറ്റിദ്ധാരണയല്ലേ, പണം ഉണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. ഒരു സമാധാനമില്ലടോ. പിന്നെ പണം ഉള്ള കൂട്ടറക്കാനും സമാധാനക്കേട്, പല പ്രശ്നങ്ങളും പറയാം. അത് അത്യാർത്തിയെല്ലാം വരുന്നത് പണമുള്ള കൂട്ടറക്കാം. അപ്പോൾ അതുകൊണ്ട് പറയാം, നല്ല സാധാരണക്കാരനെ കഴിപ്പിച്ചു കൊടുത്ത് ജീവിക്കട്ടെ, അതാണ് വേണ്ടത്. അത് അനുഭവിക്കണ്ടല്ലേ, അനുഭവിച്ചോളൂ, അത്രേ ഉള്ളൂ. എനിക്ക് അത്രയാണ് പറയാനുണ്ട്. പിന്നെ അനുഭവിച്ച് കാണുന്നുണ്ടല്ലോ, വളരെ വേദനയുണ്ട്. ഇങ്ങനത്തെ ഓരോ വാർത്തകളെല്ലാം കാണുമ്പോൾ വളരെ വേദനയുണ്ട്. പക്ഷേ പ്രതിഷേധിക്കണം. അവനെന്ന് ഇനി പുറം ലോകം കാണിക്കാൻ പാടും. അവൻ്റെ പെങ്ങളടക്കം അത്രയും ദുഷ്ടത ചെയ്ത് വെച്ചിരുന്നു, ആ പിതാവടക്കം. ഇതിനാണ് ഇങ്ങനെ അല്ലേ? ഏത് നിമിഷം സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം മനുഷ്യൻ്റെ വിചാരങ്ങളാണ് മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ പറയും വളരെ രൂക്ഷമായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണണം, പരമാവധി ഷെയർ ചെയ്യണം. അവൻ്റെ കുടുംബക്കാർ വരെ കാണേണ്ട തരത്തിൽ ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അതാ കാണട്ടെ, ആമ്പിള്ളേരുടെ പുറത്തുണ്ട് ഇതേപോലത്തെ കോലനാൻ്റെ ഉണ്ട്. അങ്ങനെ എത്ര ഉദാഹരണങ്ങളല്ലേ. അപ്പം പിന്നെ ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം ഇനിയിപ്പം മഴ തന്നെയായിരിക്കും വൈകുന്നേരം ഇന്ന് മൊത്തം വെളിച്ചക്കുറവ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്തൊന്നും എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അതുപോലെ തന്നെ കൊട്ടിയൂർ പോയതിൻ്റെ ലാസ്റ്റ് ദിവസം കൊട്ടിയൂർ പോയതിൻ്റെ വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കണം. അതുകൂടാതെ ഷോർട്സ് വീഡിയോസ് എല്ലാം ഉണ്ട്, എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക സമയം കിട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഭയങ്കര മഴയാണ്, ഇത് കണ്ടില്ലേ, മഴയാണ്. പച്ചപ്പെല്ലാം നിറഞ്ഞ് എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. എല്ലാം ഭംഗി തന്നെയാണ്, പ്രകൃതി തന്നെ ഒരു മനോഹരമാണ്. ഇത് നമ്മൾ ആസ്വദിക്കുക വേണ്ട, ജീവിതം ആസ്വദിക്കുക. നമ്മൾ കാണാൻ പറ്റാത്ത ഈ ഭൂമിയിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് കിട്ടുന്നത് ഭാഗ്യമാണ്. ഇതൊക്കെയാണ് ജീവിതം. ഇതൊക്കെ നമ്മൾ കുറേ പണം ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെയും ആർത്തിയോടെ കളിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീവിതം കളയല്ല വേണ്ടത്. നമ്മൾ ഉള്ള സമയം സന്തോഷത്തോടു കൂടി നിൽക്കുക, ഹാപ്പിയായി നിൽക്കുക, ജീവിതം മനോഹരമാക്കുക, ആനന്ദകരമാക്കുക. അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് അങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് കാര്യമില്ല. റോഡിൽ കാണുന്നില്ല ടെൻഷൻ, റോഡിൽ മരണപ്പാച്ചില ഓരോരുത്തർ. എന്തിനാ ഞാനെല്ലാം ഇങ്ങനെ ചിന്തിക്കും, എന്തിനാ ഇങ്ങനെ മനുഷ്യ സുഹൃത്തുക്കളെ ഇങ്ങനെ പരക്കം പറയുന്നത്? ആരെ തോൽപ്പിക്കാനാണെന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ ക്ഷമിച്ച് യാത്ര ചെയ്യുമോ, ക്ഷമിച്ച് ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുമെന്ന് പറയരുത്. പക്ഷെ എല്ലാവരും അത് കേൾക്കലില്ല. എന്താ ചെയ്യുക? വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ബുദ്ധിയെല്ലാം വീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ബുദ്ധിയുള്ളവരെല്ലാം കാലം മായ്ച്ചു കളഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പോൾ വന്ന വീഡിയോ നിങ്ങളെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നേരിട്ട് കണ്ട് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ ബൈ.